ശരിക്കും ഈ ഒരു ലക്ഷണങ്ങൾ എന്തായിരിക്കും ഹാർട്ട് അറ്റാക്ക്? എനിക്കിപ്പോ ഒരു ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്, എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഈ സാധ്യത ഉണ്ടോ എന്നുള്ളത്? ഈ ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ പലതാണ്. നെഞ്ചിന്റെ നടുഭാഗത്ത് വരുന്ന അതിശക്തിയായ സമ്മർദ്ദം അഥവാ ഹെവിനെസ്, ഇല്ലെങ്കിൽ വേദന, എരിച്ചിൽ, ഇതെല്ലാം ഒരു ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങളാവാം ശക്തിയായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ഹാർട്ടിന്റെ ഞരമ്പുകളുള്ളത് കൈയിലേക്കും ഷോൾഡർ ഭാഗങ്ങളിലേക്കാണ്. അപ്പോൾ കൈയിലേക്കും ഷോൾഡറിലേക്കും ഒക്കെ പടരുന്ന വേദനകൾ, ചിലർക്ക് ഷോൾഡർ പെയിൻ ആവാം. ഈ വേദനകളെല്ലാം ഒരു ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങളാവാം. ഇത് നടക്കുമ്പോൾ തോന്നണതായിരിക്കും, അത് നമ്മൾ ആൻജൈന എന്ന് പറയും. നടക്കുമ്പോൾ വരുന്ന പെയിനെയാണ്, ചെസ്റ്റ് പെയിനെയാണ് ആൻജൈന എന്ന് പറയുന്നത്, എഫേർട്ട് ആൻജൈന എന്ന് പറയും. അത് നിന്ന് കഴിയുമ്പോൾ കുറയും, നടക്കുമ്പോൾ വീണ്ടും വരും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിക്ക് ഹൃദയാഘാതം വരാനുള്ള ചാൻസ് ഉണ്ട്. അയാൾക്ക് ബ്ലോക്കുകൾ ഉണ്ട്, അതായത് രക്തക്കുഴൽ ചുരുങ്ങി അതിലൂടെയുള്ള രക്തസഞ്ചാരം കുറഞ്ഞിരിക്കുന്നു. 50% ആ ഡയമീറ്റർ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും നടക്കുമ്പോൾ പെയിൻ വരാം. അപ്പൊ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ആദ്യം ഉണ്ടാവാം. പലരും അത് ഇഗ്നോർ ചെയ്യും. സഡനായി ഒരു പെട്ടെന്നൊരു രക്തക്കുഴൽ അടഞ്ഞു പോകുമ്പോഴാണ് ഹൃദയാഘാതം ഉണ്ടാവുന്നത്. ആ 90%, 100% ഒക്കെ ആവാം. ഉള്ളിലെ കൊളസ്ട്രോൾ പ്ലാക്കുകൾ പൊട്ടി സഡനായിട്ട് രക്തക്കുഴൽ അടയും. അപ്പോ ഹൃദയാഘാതമാവും. ഈ ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങളാണ് അതിശക്തിയായ വേദന, വേർക്കുക, പിന്നെ കൈയിലേക്കും ഷോൾഡറിലേക്കും വേദനകള്. അത് അങ്ങനെയുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ ചികിത്സയ്ക്കായിട്ട് പോകണം. അപ്പൊ നമ്മള് ലേറ്റ് ആക്കരുത്. കാരണം പിന്നെ പുലർച്ചെ ആവട്ടെ രാവിലെ ആവട്ടെ പോവാം. പലപ്പോഴും ഉണ്ടാവുന്ന അങ്ങനെയാണ്. ഇത് ഗ്യാസിന്റെ ആവും, നമുക്ക് ഗ്യാസിന്റെ മരുന്ന് കഴിക്കാം. പല വേദനകളും ഈ സാറ് പറഞ്ഞ കറക്റ്റാ. പലപ്പോഴും നമ്മൾ ഗ്യാസ് ആണ് പൊതുവെ ഹാർട്ട് അറ്റാക്കിലേക്ക് മാറില്ലേ? പൊതുവെ നമ്മളെല്ലാരും ഹാർട്ടിന്റെ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ അതെല്ലാം ഇഗ്നോർ ചെയ്ത് ഇത് ഗ്യാസിന്റെ ആവാനാണ് ചാൻസ് എന്ന് പറഞ്ഞത്. ഞങ്ങൾ കണ്ടുവരുന്ന 90% പേരും ഹോസ്പിറ്റലിൽ വരുമ്പോൾ പറയുന്നത് ഗ്യാസിന്റെ ആണ്, അസിഡിറ്റി ആണെന്ന് പറയുന്നത്. പക്ഷെ ഇത് പലപ്പോഴും ഇഗ്നോർ ചെയ്യുമ്പോൾ നമുക്ക് വിലപ്പെട്ട സമയം പോകും. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ